എല്ലാ വർഷവും മെയ് 6-നാണ് നവോലി ജ്യോതിർദിനം ശാന്തിഗിരി ആശ്രമത്തിൽ സർവമംഗള സുദിനമായി ആശ്രമസ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരു ആദി സങ്കല്പത്തിൽ ലയിച്ച ദിവസം. അചിന്യാവ്യക്തരൂപായ നിർഗുണായ ഗുണാത്മനേ സമസ്ത ജഗതാധാര മൂർത്തയേ ബ്രഹ്മണേ നമഃ. നന്മയുള്ള ആരുടെയും ദേഹവിയോഗം എല്ലാവർക്കും ദുഃഖം പകരുന്നതാണ് നമുക്കറിയാം. വേർപാടിൻ്റെ വാർഷികാചരണം സാധാരണയായി ദുഃഖസ്മൃതികൾ പങ്കുവെക്കാനുള്ളതാണ്. ആചാര്യന്മാരുടെയും സന്യാസിമാരുടെയും ശരീരവിയോഗത്തിന് സമാധി എന്ന പദവും ആ ദിവസത്തിന് സമാധി ദിനം എന്നുമാണ് പൊതുവെ അറിയപ്പെടാറുള്ളത്. ആ ദിനങ്ങളിൽ സാധാരണയായി പ്രാർത്ഥന, അന്നദാനം, ഗോദാനം, വസ്ത്രദാനം, സ്മരണ പുതുക്കൽ, അങ്ങനെയുള്ള ചടങ്ങുകൾ, മൗനാചരണം തുടങ്ങി വിവിധ ആചാരങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വേർപാടിൻ്റെ ദുഃഖസ്മരണകൾ ആളുകൾ പങ്കുവെക്കുന്നു. എന്തുകൊണ്ട് ശാന്തിഗിരിയിൽ ഈ പതിവിന് ഒരു വ്യത്യസ്തത പുലർത്തുന്നു? ഇത് സർവ മംഗള സുദിനമായതെങ്ങനെയാണ്? ദൈവനിശ്ചയമാണ്. ഒറ്റ വാക്കിൽ പറയുന്ന ഉത്തരത്തിൻ്റെ ഉൾപ്പൊരുളുകൾ അത് വിവരണാതീതമാണ്. അനേകം ആചാര്യന്മാർ ഭൂമിയിൽ ജന്മം കൊണ്ടിട്ട് അത് നടപ്പിലാകാതെ വന്ന ബ്രഹ്മനിശ്ചയം സാക്ഷാത്കരിക്കുവാനായി ഒരു മഹാത്മാവ് ഭൂമിയിൽ ജന്മം കൊള്ളുമെന്ന് പൂർവാചാര്യന്മാരുടെ ദർശനങ്ങളിൽ പ്രവചിച്ചിരുന്നു, വെളിപാടുകളിലുണ്ടായിരുന്നു. ഈ ആചാര്യ ദർശനങ്ങളെല്ലാം സാധ്യതമാകുന്ന കാലം വന്നെത്തിയപ്പോൾ വിവിധ രാജ്യങ്ങളിൽ ഭാഷയുടെയോ ദേശത്തിൻ്റെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ അതിർവരമ്പുകളില്ലാതെ അനേകർ ആ സത്യരൂപത്തെ ദർശനത്തിൽ കണ്ടു. ആ ദിവ്യ തേജോമയ രൂപത്തെ ദൈവം ദർശനം, പ്രത്യക്ഷം, അശരീരി, പ്രകാശം തുടങ്ങിയ വെളിപാടുകളിലൂടെ അറിയിച്ചു കൊടുത്തു. അവർ സകലതും മറന്ന് ആ സത്യത്തിൽ ഉറച്ചു വിശ്വസിച്ചു. ഗുരുവിൽ വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം. ദൈവവും ഗുരുവും തമ്മിൽ വകഭേദമില്ലാത്ത സമാനതയോടെ അവർ ലോകത്തോട് പറഞ്ഞു, ഗുരു ബ്രഹ്മം തന്നെയാകുന്നു. അനേക ജന്മങ്ങളിലൂടെ സകലവിധ കർമ്മങ്ങളും പൂർത്തിയാക്കി പുണ്യത്തിൻ്റെ പരിപൂർണമായ ഗുരുവിൻ്റെ ജീവനെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മാതാപിതാക്കളുടെ പുത്രനായി ദൈവം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ചന്ദ്രൂർ എന്ന ഗ്രാമത്തിലെ ഒരു കൊച്ചോലക്കുടിലിൽ ജനിപ്പിച്ചു. ഗുരു ജന്മനാജ്ഞാനിയായിരുന്നു. ജനിച്ച ഉടൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ മാറ്റപ്പുരയുടെ മൂലയിൽ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ചിമ്മിനി വിളക്കിൻ്റെ ഓർമ്മ പോലും എക്കാലത്തും ഗുരുവിൻ്റെ സ്മരണകളിലുണ്ടായിരുന്നു. ഗുരുവിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ബ്രഹ്മം ഗുരുവിൽ നിന്ന് പോലും മറച്ചു വെച്ചു. സ്വയം സംസാരിക്കാൻ 9 വയസ്സുവരെ ഗുരുവിന് കഴിഞ്ഞിരുന്നില്ല. ഉള്ളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പ്രകാശമുഖത്തിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ മാത്രമേ ഗുരുവിൻ്റെ നാവിൽ നിന്നും പുറത്തു വന്നിരുന്നുള്ളൂ. വീടിനോ നാടിനോ ആ ബാല്യത്തെ തിരിച്ചറിയാനായില്ല. കൗമാരകാലം അദ്വൈതാശ്രമത്തിലും ശിവഗിരിയിലും ശിവഗിരിയുടെ ബ്രാഞ്ചുകളിലുമായി ചെലവഴിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്പന്ദന താളം ആ പദചലനമാവുകയായിരുന്നു. ഒരു മനുഷ്യജീവനും ഒരിക്കലും താങ്ങാനാവാത്ത കഷ്ടപ്പാടുകളിലൂടെയുള്ള പദയാത്രയായിരുന്നു ഗുരുവിൻ്റെ ആ കാലഘട്ടം. സഹജീവികൾക്കാർക്കും ഗുരുവിനെ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരുവേ, പരമോന്നതമായ നിലയിൽ ജനിക്കേണ്ടുന്ന അവിടുത്തെ ജീവനെ കഷ്ടപ്പാടുകളും വേദനകളുമായി ജീവിക്കാൻ പാകത്തിന് ഒരു സാധു കുടുംബത്തിൽ കൊണ്ടുവന്ന് ജനിപ്പിച്ചത് എന്തിനാണ്? ഒരു മറുപടിയൊന്നും പറഞ്ഞില്ല. അടുത്ത നിന്ന ശിഷ്യയോട് പറഞ്ഞു, അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. ഇവർക്ക് പറഞ്ഞു കൊടുക്കും. ആയിരക്കണക്കിന് ജന്മങ്ങളിൽ ഒന്നുപോലും കർമ്മത്തിൽ പിശകു വരുത്താതെ പൂർത്തിയാക്കിയ ജീവനാണ് ഗുരുവിൻ്റേതെന്ന് ദർശനത്തിൽ കണ്ടു. എല്ലാ കർമ്മങ്ങളും അവയുടേതായ അർത്ഥത്തിൽ പൂർത്തിയാക്കി ബ്രഹ്മസമാനമായി ബ്രഹ്മം തന്നെയായി വിലയം പ്രാപിച്ച ആ ജീവനെ ബ്രഹ്മം കരുതലായി മാറ്റി നിർത്തി. 25 ചതുര യുഗങ്ങളിലൂടെ അനേകം ആചാര്യന്മാർ വന്നുപോയിട്ടും നടക്കാതിരുന്ന ബ്രഹ്മനിശ്ചയം പൂർത്തിയാക്കി കൊടുക്കുവാനുള്ളതായിരുന്നു ആ കരുതൽ.